ഹായ് ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ട്രംപ് ഇഷ്യൂസ് ത്രെട്ട് ഓഫ് എക്സ്ട്രാ 10% താരിഫ് ഓൺ ബ്രിക്സ് നേഷൻസ്. ബ്രിക്സ് നേഷൻസിനെതിരെ, ബ്രിക്സ് നേഷൻസ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാര്യം ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത സിൻസ് ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹാപ്പൻഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇൻ ബ്രസീൽ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ എഡിറ്റോറിയലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബ്രിക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ബ്രിക്സ് നേഷൻസിനെതിരെ ബ്രിക്സ് നേഷൻസിൻ്റെ പോളിസീസ് ആൻറ്റി അമേരിക്കൻ പോളിസീസ് ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന താരിഫിൻ്റെ കൂടെ 10% അഡീഷണൽ താരിഫും കൂടി ഏർപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപ് ത്രട്ടൺ ചെയ്തേക്കാണ്. ആ ന്യൂസാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ SC to hear on July 10 പ്ലീസ് അഗെയിൻസ്റ്റ് ബീഹാർ റോൾ റിവിഷൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ബീഹാറിലെ ഇലക്ടറൽ റോളിൻ്റെ റിവിഷൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇലക്ഷൻ വരികയാണ് ഈ ഒക്ടോബറിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ഹിന്ദുവിൽ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇന്നത്തെ ഹിന്ദുവിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലും ഒരു ആർട്ടിക്കിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് പോയേക്കുക കുറേ പാർട്ടികൾ, അതുപോലെ കുറച്ച് NGOs ഒക്കെ. NGOസിൻ്റെ കൂട്ടത്തിൽ ADR എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ADR എന്താണ്? അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. അവരെല്ലാം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ പോയേക്കാണ് സുപ്രീം കോടതിയിൽ. അല്ല, അപ്പീലല്ല, കേസ് പോയേക്കാണ് സുപ്രീം കോടതിയിൽ. അപ്പോൾ സുപ്രീം കോടതി 10-ാം തീയതി ഈ കേസ് കേൾക്കും എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊരു വേറൊരു ന്യൂസായിട്ട് കാണാം. പിന്നെ വെബ് പോർട്ടൽ ആപ്സ് ടു മേക്ക് സെൻസസ് ഡേറ്റ അവൈലബിൾ എയർലി. RGI എന്താണ്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ഇപ്രാവശ്യം സെൽഫ് എന്യൂമറേഷനുള്ള ഒരു ഓപ്ഷനുണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സെൻസസ്. അപ്പോൾ ഇന്ത്യയുടെ സെൻസസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൽഫ് എന്യൂമറേഷൻ, അതിനുവേണ്ടി ഒരു വെബ് പോർട്ടലും ഒരു ആപ്പും ഒക്കെ ഉണ്ടാക്കാൻ പോയി. അതൊക്കെ നിലവിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ പോർട്ടലിലോ ആപ്പിലോ കയറിയിട്ട് നമുക്ക് സ്വയം ഈ എന്യൂമറേറ്റേഴ്സിനെ സഹായമില്ല നമ്മളുടെ സ്വന്തം ഡേറ്റ അതിൽ കൊടുക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ സെൻസസ് ഡേറ്റ പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നതാണ്. മുമ്പെന്ന് വെച്ചാൽ 2-3 വർഷം എടുക്കും ഇത് പ്രോസസ്സ് ചെയ്ത്, കാര്യം അത് മാനുവലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറാൻ പോയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് RGI പറഞ്ഞേക്കുന്നത്. RGI എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അവരാണ് നമ്മളുടെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്തയുടെ പേര് ഇവിടെ കാണാം. അതുപോലെ താഴോട്ട് വരുമ്പോൾ മ്യാൻമർ എത്നിക് ക്രൈസിസ് ഡ്രൈവ്സ് 4,000 ചിൻ പീപ്പിൾ ടു മിസോറാം എന്നൊരു ന്യൂസ് കാണാം. മ്യാൻമർ is an ASEAN nation which is bordering with India, and Myanmar is being ruled by junta government. Junta government means military government, and അവിടെ ഒരുപാട് എത്നിക് കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഒരുപാട് എത്നിസിറ്റീസ് ഉള്ള രാജ്യമാണ്. അത് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളൊക്കെ ഉള്ള രാജ്യമാണ്. അവിടെ പരസ്പരം അവർ തങ്ങളുടെ പോരാട്ടമുണ്ട്. പിന്നെ ഈ മ്യാൻമറിലെ മിലിറ്ററി ഗവൺമെൻറ്റുമായിട്ട് അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പൊക്കെ, അവിടുത്തെ എത്നിക് ഗ്രൂപ്പൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മിസോറാമുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് മ്യാൻമർ മിസോറാമുമായിട്ട് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലെ കുറച്ച് സ്റ്റേറ്റുകളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. മണിപ്പൂരുമായിട്ട് അതിർത്തിയുണ്ട് മ്യാൻമറിന്. അപ്പം ഈ നാഗാലാൻഡുമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മിസോറാമിലേക്ക് അവിടുത്തെ 2 എത്നിക് ഗ്രൂപ്പുകൾ തങ്ങളിലുള്ള പ്രശ്നം മൂലം ആൾക്കാർ പേടിച്ച് കുറേ ആൾക്കാർ ചിൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. ചിൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി, അവിടെയുള്ള ആൾക്കാർ മിസോറാമിലേക്ക് 4,000-ഓളം പേര് വന്നു എന്നാണ് പറയുന്നത്, റെഫ്യൂജീസായിട്ട്. മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് കൂടെ ഉണ്ട്. മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ലാൽ ദുഹോമ. ആരാണ്? ലാൽ ദുഹോമയാണ് മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്റർ. മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഐസ്വാളാണ്. മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസ്വാളാണ്. AISWAL. മിസോറാമിൻ്റെ വേറൊരു പ്രത്യേകത, മിസോറാമിലെ മദർ ടങ് ഇംഗ്ലീഷാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 സ്റ്റേറ്റുകൾ നാഗാലാൻഡും മിസോറാമുമാണ്. നാഗാലാൻഡിലും മിസോറാമിലും മദർ ടങ്, മാതൃഭാഷ ഇംഗ്ലീഷാണ്. പിന്നെ സ്റ്റേറ്റ്സ് പേജിൽ, ഈ പേജിൽ നമുക്കൊന്നും പറയാനില്ല. അതിൻ്റെ അടുത്ത പേജിലോട്ട് പോവാം. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ അമർനാഥ് യാത്രയായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. അമർനാഥ് കേവ് ടെമ്പിൾ, അത് കാശ്മീരിലാണ്. അപ്പോൾ അവിടെ അമർനാഥ് പിൽഗ്രിമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറാണ്
മനോജ് സിൻഹ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണാം. ജമ്മു ആൻഡ് കാശ്മീരിലെ യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് ചീഫ് മിനിസ്റ്ററിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളുമോ അധികാരമുള്ള ആളാണ് LG എന്ന് പറയുന്നത്, ലഫ്റ്റനന്റ് ഗവർണർ. ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയാണ്. പിന്നെ താഴെ നിങ്ങൾക്ക് 2 പേര് പഠിക്കണം. ഒന്ന് ചീഫ് മിനിസ്റ്റർ ഓഫ് തെലുങ്കാന രേവന്ത് റെഡ്ഡി, ഇദ്ദേഹമാണ്. അതുപോലെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മൻസുഖ് മാണ്ഡവ്യ. ആരാണ് സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? മൻസുഖ് മാണ്ഡവ്യ. അതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. നമുക്ക് പെട്ടെന്ന് ഈ എഡിറ്റോറിയൽസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് പറഞ്ഞ് ഞാൻ മടുത്ത ഒരു സംഭവമാണ്. ബീഹാർ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വോട്ടേഴ്സിൻ്റെ ഇലക്ട്രൽ റോൾ റിവ്യൂ എന്നതായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് 3ാമത്തെ എഡിറ്റോറിയൽ കണ്ടാണ് റീസെൻ്റ്ലി അതിനെക്കുറിച്ച് വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും വരാറുണ്ട്. ഇപ്പോൾ ഈ എഡിറ്റോറിയൽ എന്താണെന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ബീഹാറിലെ ഇലക്ട്രൽ റോൾ എന്തായാലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2 കോടിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് വീണ്ടും കൊടുക്കേണ്ട അവസ്ഥയാണ്. 2023 ഇലക്ട്രൽ റോളിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഡോക്യുമെൻറ്റ്സിന് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ മക്കൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഉള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വീണ്ടും ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ 11 ഡോക്യുമെൻറ്റ്സ് ആണ് ഒരു മെയിനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ആ 11 ഡോക്യുമെൻറ്റ്സിൽ ആധാറും റേഷൻ കാർഡും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇതിൽ അവർ ആധാറും റേഷൻ കാർഡ് ഒഴിവാക്കിയതിന് കാരണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് സിറ്റിസൺസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ആധാർ ഈസ് നോട്ട് എ സിറ്റിസൺഷിപ്പ്. ആധാർ എന്ന് പറയുന്ന സംഭവം ഒരു സിറ്റിസൺഷിപ്പ് എൻഷുർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് അല്ല. സിറ്റിസൺഷിപ്പ് എൻഷുറിങ് ഡോക്യുമെൻറ്റ്. ആധാർ ഈസ് നോട്ട് എ സിറ്റിസൺഷിപ്പ് എൻഷുറിങ് ഡോക്യുമെൻറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഐഡൻറ്റിറ്റി പ്രൂഫ്. അത്രേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ആധാർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ റേഷൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ബീഹാറിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ബീഹാർ ഈസ് എ വെരി ബാക്ക്വേർഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഇൻ ബീഹാർ people are not having, many of the people are not having birth certificate, and birth certificate is an essential document out of those 11 documents mentioned by Election Commission of India to prove our citizenship. Our citizenship means ബീഹാറികളുടെ citizenship പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആധാറോ അല്ലെങ്കിൽ MGNREGയിലെ ജോബ് കാർഡുകളോ, MGNREG ഏതാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ ഉപയോഗിക്കുന്ന ജോബ് കാർഡുകളോ ഒക്കെ ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇവർ പറയുമ്പോൾ ഓക്കെയാണ്, പക്ഷേ ഇതൊന്നും നമ്മുടെ സിറ്റിസൺഷിപ്പ് എൻഷുർ ചെയ്യുന്നില്ല. ഇപ്പം ആധാറൊക്കെ കൃത്രിമത്തിൽ കൂടെ സ്വന്തമാക്കിയ ഒരുപാട് ബംഗ്ലാദേശികളൊക്കെ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡുകളും കാണും. അതൊന്നും വെച്ച് ഈ വോട്ടിംഗ് അവകാശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ശരിയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട്, ഇപ്പം പെട്ടെന്ന് ഇത് കഴിയുന്നു, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്. അതായത് ജൂലൈ 25 ഡോക്യുമെന്റ് സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 1 വരെ ബോധിപ്പിച്ച് പരിഹരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ സമയം കുറവേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ സമയം കൊടുത്തുകൊണ്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴേ അത് ഒരു ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നൊരു പ്രോസസ്സായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സെൻട്രലിൻ്റെ ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള, സെൻറ്ററിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ സബ്മിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് അവരുടെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് മാത്രം കൊടുത്താൽ മതി, ബാക്കി ഡോക്യുമെൻറ്റ്സ് പിന്നെ കൊടുത്താലും മതി എന്നൊക്കെ ഒരു ഇത് പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട്. ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ പറയുന്നുണ്ട്, ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള പിന്നീട് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതല്ല യാതൊരു ലീനിയൻസി ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നാണ് ഈ നമ്മളുടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ഓക്കെ,
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഈ പറഞ്ഞ ജോബ് കാർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആധാറോ ഒക്കെ ഒരു ഡോക്യുമെൻ്ററി പ്രൂഫായിട്ട് കാണിക്കാൻ പറയാം. അത് ഈ ഹിന്ദു എഡിറ്റോറിയൽ അവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് സിറ്റിസൺഷിപ്പ് എൻഷുർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആവത്തില്ല എന്ന്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനും കാരണം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്തതിലും തെറ്റുണ്ട്. കാര്യം അവർ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലുള്ളൊരു വലിയ സ്റ്റേറ്റിൽ എസ്പെഷ്യലി വലിയൊരു പോപ്പുലേഷൻ, മൈഗ്രൻ്റ് പോപ്പുലേഷൻ അവിടെ, അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതാ കുഴപ്പം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ബാറ്റിംഗ് ഫോർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയലുണ്ട്. അത് കേരളത്തിനെ കുറിച്ചാണ്. കേരളത്തിലെ നിപ്പ വൈറസ് പ്രോബ്ലത്തിനെ കുറിച്ചാണ്. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിപ്പ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നു. അതുണ്ടായിരിക്കുന്നത് മെയിൻലി മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകളിലാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു പെൺകുട്ടി മലപ്പുറത്ത് നിപ്പ വൈറസ് ബാധിച്ച് മരിച്ചു ജൂലൈ 1-ന്. ഇനി 38 വയസ്സുള്ളൊരു സ്ത്രീ പാലക്കാട് വളരെ സീരിയസ് ആയിട്ട് ഈ നിപ്പ ബാധിച്ച് കിടക്കുകയാണ്. ഓൾറെഡി 400-ൽ കൂടുതൽ ആൾക്കാർ ഇവരുമായിട്ട് കോണ്ടാക്റ്റിലായി. അപ്പോൾ അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് അവരെ പിന്നീട് സർവൈലൻസിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ 228 പേര് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, 110 പേര് പാലക്കാട്, 87 പേര് കോഴിക്കോടുമാണ് ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ. അപ്പോൾ പിന്നെ 12 പേര് പാലക്കാട് 12 പേര് മലപ്പുറത്ത് ട്രീറ്റ്മെൻറ്റിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 5 പേര് ICUവിലാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് ലിസ്റ്റുള്ളവർ 140ഓളം പേരും ഹെൽത്ത് വർക്കേഴ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കേരള ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് പരിശ്രമിക്കുകയാണ്. പക്ഷേ മലപ്പുറത്തും പാലക്കാടും കോഴിക്കോടും ഈ കോണ്ടാക്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ പലപ്പോഴും ഈ നിപ്പയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. 2001-ലാണ് ആദ്യത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത്. അന്ന് വെസ്റ്റ് ബംഗാളിൽ 66 പേര് ഇൻഫെക്റ്റഡ് ആയാലും 45 പേരും മരിച്ചു പോയെന്നാണ് പറയുന്നത്. പിന്നെ 2018 കേരളത്തിൽ 19 കേസ് ഉണ്ടായാലും 17 പേരും മരിച്ചുപോയി. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കേരള ഇപ്പം റെഗുലറായിട്ട് ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിപ്പയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷനാണ്. സാധാരണ വൈറൽ ഇൻഫെക്ഷൻ പോലെ അല്ല. ഇന്ത്യയിൽ നമ്മളെ പനിയും ചുമയൊക്കെ വരുമ്പോഴും നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ അതുപോലെയല്ല. ഇതെന്ന് വെച്ചാൽ ഹൈ മോർട്ടാലിറ്റി റേറ്റാണ്. 40% തൊട്ട് 75% പേരും ഇത് വന്നു കഴിഞ്ഞാൽ മരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം 100 പേരൊക്കെ വന്നാൽ 75 പേര് മരിക്കാനാണ് സാധ്യത. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പം ഈ ഒരു വൈറൽ ഇൻഫെക്ഷന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്യൂർ കൊടുക്കുന്ന മരുന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ഒരു പക്ഷേ റിസർച്ചേഴ്സിൻ്റെ ബേസിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നല്ല മരുന്നൊക്കെ ഒരു പക്ഷേ കണ്ടെത്തിയേക്കാം. അതുവരെയും മോർട്ടാലിറ്റി ഹൈ ആയിട്ട് നിൽക്കും, മരണനിരക്ക്. അപ്പം പ്രിവെൻഷനാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. അതുപോലെ അവയർനെസ് ജനറേഷനും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ട് വലിയ പാടാണ്. 75% പേര് മരിക്കുന്ന ഒരു അസുഖമാണ്. ഹൈ മോർട്ടാലിറ്റി റേറ്റാണ്. എന്തായാലും നിപ്പ പകരുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം, ഫ്രൂട്ട് ബാറ്റുകളിൽ നിന്നാണ്. പക്ഷേ ഈ വവ്വാല് കടിച്ച ഫ്രൂട്ട്സൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് വെച്ച് കഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. ഇത് ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ് ഇത് വരുന്നത് അറിയാമെങ്കിലും. അപ്പോൾ പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫ്രൂട്ട് ബാറ്റ്സിൻ്റെയൊക്കെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് അവർക്ക് നഷ്ടപ്പെടുകയും അവർ ഈ നാട്ടിലൊക്കെ ഇറങ്ങി ഇതുപോലുള്ള ഫ്രൂട്ട്സിലൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും അത് മനുഷ്യരിലേക്ക് പെട്ടെന്ന് നിപ്പയൊക്കെ പടരുന്നതിന് കാരണമാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ എഡിറ്റോറിയലിൽ, സെക്കൻഡ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ. പിന്നെ ഇന്നത്തെ ഹിന്ദുവിൽ ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഫോസ്റ്ററിങ് എ കമ്മിറ്റ്മെൻറ്റ് ടു സ്റ്റോപ്പ് മെറ്റേണൽ ഡെത്ത്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്.
നിങ്ങളെല്ലാവർക്കും അറിയാം SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. SDG എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഔട്ട് ഓഫ് total SDG goals, sustainable development goals, one goal is eradication of maternal mortality, not eradication of maternal mortality rate, reduction of maternal mortality rate. അപ്പോൾ ഇപ്പം ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ MMR എന്ന് പറഞ്ഞാൽ 20 ഉള്ളൂ. കേരളത്തിലെ MMR എന്താണ്? ആദ്യം അത് പഠിക്കണം. MMR എന്ന് വെച്ചാൽ 1 lakh ലൈവ് ബർത്തുകൾ നടക്കുമ്പോൾ, 1 ലക്ഷം ലൈവ് പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിലെത്ര അമ്മമാർ മരിക്കുന്നു ആവറേജ് എന്നുള്ളതാണ് ഈ MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നല്ല രീതിയിൽ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു 5-6 വർഷം മുമ്പ് അത് 103 ആയിരുന്നു. 1 ലക്ഷം പേരിൽ 103 എന്നല്ല, ഒരു സമയത്ത് 150 ആയിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് 2017-19 ആയപ്പോൾ 103 ആയി, 2018-20 ആയപ്പോൾ 97 ആയി, 2019-21 ആയപ്പോഴേ 93 ആയി. ഇനി SDG ഗോൾ അനുസരിച്ച് അത് 70-ൽ താഴെ കൊണ്ടുവരണമെന്നാണ്. UN-ന്റെ ഗോളായ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അനുസരിച്ച് 70-ൽ താഴെ കൊണ്ടുവരണം. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 93 എത്തി. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. കുറയാൻ സാധ്യതയല്ല, ഉറപ്പായിട്ട് കുറയും. നല്ല അവയർനെസ് ക്യാമ്പയിൻസും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറവുള്ള സ്റ്റേറ്റ് കേരളമാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വെറും 20 മാത്രമാണ്. 70 അച്ചീവ് ചെയ്യാൻ പറയുന്നുള്ളൂ. ഏതാണ്? SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. പക്ഷേ കേരളം എടുക്കുമ്പോൾ കേരളത്തിൽ അത് 20 മാത്രമാണ്. അപ്പോൾ പക്ഷെ അതേ സമയത്ത് കേരളം മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം, കർണാടകത്തിൽ 63, ആന്ധ്രാപ്രദേശ് 46, തെലങ്കാന 45, തമിഴ്നാട് 49. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സതേൺ സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ SDG ഗോൾസിനേക്കാളും കുറവാണ് MMR എന്ന് പറയേണ്ടി വരും. അതേ സമയത്ത് ജാർഖണ്ഡ്, ബീഹാർ, മധ്യപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകൾ എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് സ്റ്റേറ്റുകൾ എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് കുഴപ്പം സ്റ്റേറ്റുകൾ. അവിടെയൊക്കെ ഭയങ്കര കൂടുതലാണ്. കാര്യം മധ്യപ്രദേശിൽ 175, ജാർഖണ്ഡിൽ ആസാമിൽ 167, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതല്ലാതെ ഒരു കാറ്റഗറി ഉണ്ട്, അതർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അത് ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ അത് 38, ഗുജറാത്ത് 53, അവിടെയൊക്കെ സാറ്റിസ്ഫാക്ടറിയാണ്. അപ്പോൾ ഇതെടുത്ത് പരിശോധിച്ചാൽ സതേൺ സ്റ്റേറ്റ്സ്, എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ്, അതർ സ്റ്റേറ്റ്സ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത് ഈ പറഞ്ഞ MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ പല സ്റ്റേറ്റുകളും വളരെ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ ബീഹാറിലെ അപ്രോച്ച് അല്ല കേരളത്തിൽ വേണ്ടത്. കാര്യം കേരളം പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നതാണ്. ഒപ്പം എഡ്യൂക്കേഷനുള്ള സ്റ്റേറ്റാണ്. അപ്പം ഓരോ സ്റ്റേറ്റിലും ഈ MMR കുറയ്ക്കാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പിന്നെ MMR കൂടാനുള്ള കാരണങ്ങളാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഈ ഫാമിലിയിലെ ചിന്താഗതി. അതായത് പ്രസവം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫിനോമിനൻ ആണെന്നും അത് ഈ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഇല്ലാതിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്ന സിസ്റ്റം, അത് ഇല്ലാത്തത്. മൂന്നാമതായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഇല്ലാത്തത്. പലപ്പോഴും കറക്റ്റ് സമയത്ത് ഇവരെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നടക്കാത്തത്. അപ്പം അത് ഈ പറഞ്ഞ MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന് കാരണമാവാറുണ്ട്. അങ്ങനെ പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ലാത്തത്. ഇപ്പോൾ 2 മില്യൺ പോപ്പുലേഷനും, അതായത് 20 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് എടുത്താൽ അവിടെ 4 FRUs വേണം. FRU എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്. FRU എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്. 4 FRUs വേണം. FRU എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് തന്നെയാണ്. അപ്പോൾ അത് 20 ലക്ഷം പോപ്പുലേഷൻ, 2 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അവിടെ 4 ഇത്തരത്തിലുള്ള FRUs വേണം. ഈ FRUയിൽ എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ ഡോക്ടർ കാണും, അനസ്തേഷ്യസ്റ്റ് കാണും, പീഡിയാട്രീഷ്യൻ കാണും, ബ്ലഡ് ബാങ്ക് കാണും, ഓപ്പറേഷൻ തിയേറ്റർ കാണും, എല്ലാം കാണും. പക്ഷേ ഇന്ത്യയിൽ ഇതൊക്കെ പറയുന്നെങ്കിലും 1990, അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഹാസ് നോട്ട് വർക്ക്ഡ് ഔട്ട് ആസ് എക്സ്പെക്റ്റഡ് സിൻസ് 1992 തൊട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ FRUസിൻ്റെ ഒരു പ്രോഗ്രഷൻ ഇന്ത്യയിൽ അത്ര ആശാവഹമായിട്ടുള്ള പ്രോഗ്രസ് അല്ല. അപ്പം
സ്പെഷ്യലിസ്റ്റുകളുടെ വേക്കൻസീസ്, അതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ FRUs ഒന്നും വലുതായിട്ടില്ല. എന്നിട്ട് ഉള്ളിടത്താണെങ്കിൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നില്ല. പിന്നെ ബ്ലഡ് ബാങ്കുകൾ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള FRUസിൽ ബ്ലഡ് ബാങ്കുകളില്ല. അതുപോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ അതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ബ്ലീഡിങ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ബ്ലീഡിങ് എന്തുകൊണ്ട് ഉണ്ടാവുന്നതൊക്കെ അതിൻ്റെ ബയോളജി കൂടെ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ബ്ലീഡിങ് പോലുള്ള സംഭവങ്ങൾ കറക്റ്റ് സമയത്ത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണ് വേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതായത് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടത്താവുള്ളൂ. രണ്ടാമതായിട്ട് ഹോസ്പിറ്റലിൽ ഈ ഡെലിവറി നടത്തുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായാൽ അവർക്ക് കൊടുക്കാൻ ബ്ലഡും എല്ലാം വേണം. അത് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ബ്ലഡ് ബാങ്കുകളും മറ്റൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അനീമിയൊക്കെ ഉള്ള പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. പിന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ സിസേറിയനാണ്. സിസേറിയൻ ചെയ്യാനുള്ള നല്ല ഓപ്പറേഷൻ തിയേറ്റർ വേണം. പിന്നീട് മറ്റ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും പലയിടത്തും അഡിക്കേറ്റായിട്ടില്ല. ഇതെല്ലാം നമ്മളുടെ MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളവിടെ പറയുന്നു. പിന്നെ ഈ പേജിൽ വരുമ്പോൾ ഇവിടെ വിമൻ MSME സ്റ്റിൽ സ്ട്രഗിൾ ഫോർ ക്രെഡിറ്റ് ഡെസ്പേറ്റ് സ്കീംസ് എന്നൊരു ന്യൂസ് കാണാം. വിമൻ MSME സ്റ്റിൽ സ്ട്രഗിൾ ഫോർ ക്രെഡിറ്റ് ഡെസ്പേറ്റ് സ്കീംസ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. MSME എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ നട്ടല്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം GDPയുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSME സെക്ടറാണ്. അത് 35% ആയിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം. മൊത്തം GDPയുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSME ആണ്. അപ്പോൾ ഈ MSMEകളിൽ പലതും വിമൻ ആണ് അത് തുടങ്ങിയിരിക്കുന്നത്. വിമൻ പാർട്ടിസിപ്പേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ വിമൻ ലെഡായിട്ടുള്ള MSMEs ഒക്കെ ഇഷ്ടംപോലെ ഇന്ത്യയിൽ ഉള്ളപ്പോഴും യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ട ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അവർക്ക് ഫോമലായിട്ട് കിട്ടേണ്ട ലോൺ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വിമൻ മൊത്തം MSMEയിൽ 20% വിമനാണ് ഓൺ ചെയ്യുന്നത്. അത് ഭയങ്കര കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. 5% മാത്രമേ അവർ ഓൺ ചെയ്യുന്നുള്ളൂ. എന്നാൽ വിമനിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള സ്കീംസ് വരെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ടും വിമൻ്റെ പാർട്ടിസിപ്പേഷൻ വിമന് കറക്റ്റായിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടുക, ക്രെഡിറ്റ് കിട്ടുക എന്നൊക്കെയുള്ള സംഭവം ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. അപ്പം വിമൻ, അതുകൊണ്ട് തന്നെ വിമൻ റൺ ചെയ്യുന്ന MSMEs അണ്ടർ പെർഫോമിംഗ് ആണ്. മൊത്തം MSME സെക്ടറിൽ നിന്ന് വരുന്ന ടേൺ ഓവറിൻ്റെ 11 തൊട്ട് 15% വരെ മാത്രമേ വിമൻ ലെഡായിട്ടുള്ള MSMEs എന്ന് വരുന്നുള്ളൂ. എന്നാൽ 20% അവരെ ഓൺ ചെയ്യുന്നത്. പക്ഷേ 11 തൊട്ട് 15% വരെയുള്ള ഔട്ട്പുട്ടേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഈ വിമൻ ഫേസ് ചെയ്യുന്ന ക്രെഡിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഗ്യാപ്പ് ഓഫ് അറൌണ്ട് 35% ആണ് വിമൻ എൻകൗണ്ടർ ചെയ്യുന്നത്. അതേസമയത്ത് മെൻ എൻകൗണ്ടർ ചെയ്യുന്നത് 20% ക്രെഡിറ്റ് ഗ്യാപ്പാണ്. ഈ ക്രെഡിറ്റ് ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡും അവർക്ക് കിട്ടുന്ന ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിവിടെ പറഞ്ഞുണ്ട്. The credit gap refers to the difference between the amount of credit requested by the borrower and the amount actually received. റിക്വസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ആക്ച്വലി റിസീവ് ചെയ്യുന്ന തമ്മിലുള്ള ഗ്യാപ്പാണ് ക്രെഡിറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. 35% ആണ് ഫീമെയിലിൻ്റെ കേസിൽ. അതേസമയത്ത് മെയിലിൻ്റെ കേസിൽ 20% ഉള്ളൂ. പക്ഷേ ഈ ഇപ്പം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും മുദ്രാ യോജന, പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്ന സ്കീം വഴി എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 10 ലക്ഷം രൂപ വരെയാണ് ലോൺ കൊടുത്തോണ്ടിരുന്നത്. അതിപ്പോൾ 20 ലക്ഷം രൂപ വരെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഓരോ ബിസിനസ് തുടങ്ങാൻ. ആ PMMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന സ്കീമിൻ്റെ അണ്ടറിലും ഒരുപാട് അക്കൗണ്ട്സ് സ്ത്രീകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് മൊത്തം അക്കൗണ്ട്സിൽ ഏതാണ്ട് 64% അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സ്ത്രീകളാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന ലോൺ എന്ന് പറഞ്ഞാൽ 41% കിട്ടുന്നുള്ളൂ. അവിടെയും കുറച്ച് സ്ത്രീകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അക്കൗണ്ടുകളാണ് പുരുഷന്മാർ ഓപ്പൺ ചെയ്തേക്കുന്നതെങ്കിലും മെജോറിറ്റി ലോൺ കിട്ടുന്ന പുരുഷന്മാർക്കാണ്. അപ്പോൾ അവിടെ ഒരു ബയസ് ഉണ്ട്. ആ ബയസ് മനഃപൂർവ്വം അല്ല. അതിൻ്റെ ഇവിടെ ഇന്ത്യയിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോബ്ലം ഉണ്ട്. അതായത് കൊളാട്രലായിട്ടൊന്നും കൊടുക്കാൻ ഈ സ്ത്രീകളെ കയ്യിൽ ആക്ച്വലി PMMYയിൽ കൊളാട്രലിൻ്റെ ആവശ്യമില്ല. പക്ഷേ കൊളാട്രലായിട്ട് കൊടുക്കാൻ സ്ത്രീകളുടെ കയ്യിൽ ഒന്നുമില്ല. കാര്യം ഇന്ത്യയിൽ സ്ത്രീകൾ
സ്വത്ത് ഓൺ ചെയ്ത ഭയങ്കര കുറവാണ്, ലാൻഡിൻ്റെ രൂപത്തിലോ ഒക്കെ. അതേസമയത്ത് പുരുഷന്മാരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള കൊളാട്രൽ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ലോൺ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാവുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഈ MSME സെക്ടറിൽ ആയിട്ട് സാദൃശ്യമുള്ളതാണെങ്കിലും ഈ ഇൻഫോർമൽ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ സ്ത്രീകൾ ഒരുപാട് നടത്തുന്നുണ്ട്. അത് MSME അല്ല, ഇൻഫോർമൽ മൈക്രോ എൻ്റർപ്രൈസസ്. MSMEയുടെ അണ്ടറിൽ വരുന്ന തന്നെ, പക്ഷേ ഇത് ഇൻഫോർമൽ മൈക്രോ എൻ്റർപ്രൈസസാണ്. ഇൻഫോർമൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോർമലായിട്ടുള്ള ക്രെഡിറ്റ് ബാങ്കുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ ലോണൊന്നും കിട്ടാതെ പിന്തള്ളപ്പെട്ടു വന്നു. കാര്യം എന്താണ്, അവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലോണിനൊന്നും എലിജിബിൾ ആവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഉദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉദ്യം പോർട്ടൽ. ഈ ഉദ്യം പോർട്ടൽ രജിസ്റ്റർ കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ മതി അവർക്ക് ഫോർമലായിട്ട് ക്രെഡിറ്റ് കിട്ടാൻ. അപ്പോൾ അവർ ഫോർമലൈസ്ഡ് ആവുകയാണ്. പക്ഷെ അതൊക്കെ വന്നിട്ട് ഇപ്പോഴും ബാങ്കിൽ നിന്ന് ഈ പറഞ്ഞ സ്ത്രീകൾ MSME സെക്ടറിൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ലോൺ കിട്ടാൻ വിഷമിക്കുന്നതായിട്ടും പറയുന്നത്. അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിച്ചു നോക്കുക. പിന്നെ റീമേക്കിംഗ് ദ ന്യൂക്ലിയർ ഓർഡർ ഇൻ വെസ്റ്റ് ഏഷ്യ എന്ന് ഒരു ആർട്ടിക്കിൾ കാണാം. അത് ഇപ്പം ഇറാനും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷമൊക്കെ നിരീക്ഷിച്ചിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് മനസ്സിലാവും പെട്ടെന്ന്. ഇറാൻ ഇസ്രായേൽ സംഘർഷം, വാറിൻ്റെ റീസൺ എന്തായിരുന്നു വെച്ചാൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്ത് ഇറാനെ ന്യൂക്ലിയർ ഡിസാർമമെൻറ്റ് നടത്തുക എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ആ ലക്ഷ്യത്തോടൊപ്പം US കൂടെ നിൽക്കുന്നു. അതൊക്കെയാണ് ഈ പറഞ്ഞ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാർ ഉണ്ടാവാനുള്ള കാരണം. അപ്പം വെസ്റ്റ് ഏഷ്യയിൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യം ഒന്ന് മാത്രം മതി, അത് ഇസ്രായേൽ മാത്രം മതി, മറ്റൊരു രാജ്യത്തിൻ്റെയും കയ്യിൽ അത് ഉണ്ടാവരുന്നുള്ള ഇസ്രായേലിൻ്റെ വാശിയും യുദ്ധത്തിന് കാരണമാണെന്നുള്ളത് പറയുന്നു. ഒപ്പം IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു വെളിപ്പെടുത്തൽ, അതായത് യുറേനിയം 60 തൊട്ട് 65% വരെ എൻറിച്ച്മെന്റ് ഇറാൻ നടത്തി കഴിഞ്ഞെന്നും ഈ യുറേനിയം എൻറിച്ച്മെന്റ് ഭാവിയിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൽ കൊണ്ടെത്തിക്കുമെന്നുള്ള IAEAയുടെ വെളിപ്പെടുത്തൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ സഹായകമായി. അപ്പം ഇറാനുമായിട്ട് ഇപ്പോഴും USA ന്യൂക്ലിയർ നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. മുമ്പ് അവർ ഇറാനുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. ഇറാന് ലിമിറ്റഡ് ആയിട്ട് അവരെ പെട്രോളിയം വിൽക്കാൻ അനുവദിച്ചുകൊണ്ട് ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലൊരു എഗ്രിമെൻ്റ് ഇറാനുമായിട്ട് US എത്തിച്ചേർന്നിരുന്നത് ബരാക് ഒബാമയുടെ പീരീഡിൽ. പക്ഷേ ട്രംപ് വന്നപ്പോൾ ട്രംപിനെ പ്രഷർ ചെയ്ത് ഇസ്രായേൽ ഈ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഇതുപോലൊരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റിലേക്ക് ഇറാനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക, എനിക്കൊന്ന് ഖത്തറിൽ വെച്ചാണ് ഒരു മീറ്റിംഗ് കൂടെ നടത്തുന്നുണ്ട്. ഇപ്പം അതിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പം അത് ഇറാന് NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും എന്നൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ ന്യൂക്ലിയർ എനർജി സെക്ടറിലെ ഗ്ലോബൽ വാച്ച് ഡോഗായ IAEA എന്നും ഇറാൻ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോണത് ഇന്ത്യയിൽ വെച്ചാണ്. ബ്രിക്സിൻ്റെ മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ G20യുടെ ചെയർമാൻ 2 വർഷം മുമ്പ് ഇന്ത്യ ആയിരുന്നു 2023. ഇപ്പം എന്താ ബ്രിക്സിൻ്റെ ചെയർമാനായിട്ട് അടുത്ത വർഷം ഇന്ത്യ വരും. അതുപോലെ COP30 സമ്മിറ്റ് അടുത്ത വർഷം ഈ വർഷം. COP30 എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് 30th സമ്മിറ്റ്. ഈ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമ്മിറ്റുകളെയും ഈ പറഞ്ഞ COP എന്ന് വിളിച്ചിട്ട് അതിൻ്റെ ഒരു നമ്പരും കൊടുക്കും. കഴിഞ്ഞ വർഷം COP29 സമ്മിറ്റ് ആയിരുന്നു. അതിൻ്റെ അങ്ങേ വർഷം COP28 സമ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന COP30 സമ്മിറ്റാണ്. ഇത് ബ്രസീലിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബ്രിക്സ് സമ്മിറ്റ് നെക്സ്റ്റ് എവിടെ വെച്ച് നടക്കാൻ പോകുന്നു? ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ മോദി ബ്രിക്സ് സമ്മിറ്റിനൊപ്പം ലോകത്തിലെ ചില രാഷ്ട്ര തലവന്മാരുമായിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഇവർ ബ്രിക്സിലുള്ളവരൊന്നും അല്ല. ക്യൂബയുടെ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനൽ. ഇത് ക്യൂബയുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പം ക്യൂബ അതിൽ ഇൻവൈറ്റ് ആയിട്ട് പങ്കെടുത്തായിരുന്നു ബ്രിക്സ് സമ്മിറ്റിൽ. അതുപോലെ മലേഷ്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബ്രിക്സ് ബട്ട് സ്റ്റിൽ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം മോദി അദ്ദേഹമായിട്ട് മീറ്റിംഗ് നടത്തി. ബൊളീവിയ അതിൽ ഇൻവൈറ്റ് ആയിട്ട് പങ്കെടുത്തു. ബൊളീവിയയുടെ പ്രസിഡന്റ് ലൂയിസ് ആൽബർട്ടോ ആർക്കി കാറ്റക്കോറ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അങ്ങേരുമായിട്ട് ലൂയിസ് ആൽബർട്ടോ പഠിച്ചു വെച്ചിരുന്ന ആദ്യം.
അപ്പം ബൊളീവിയയുടെ പ്രസിഡന്റായിട്ട് മോദി മീറ്റ് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ദലൈലാമയ്ക്ക് ബർത്ത്ഡേ വിഷ് പ്രൈം മിനിസ്റ്റർ വിഷ് ചെയ്തതിൽ ചൈന പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. ദലൈലാമയാണല്ലോ ചൈനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും വേണ്ട നമുക്ക്. പിന്നെ രാജ്നാഥ് സിംഗ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ എഴുതിയെടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ആൻറ്റി സിഖ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ആൻറ്റി സിഖ് റൈറ്റ്സ്, സിഖ് വിരുദ്ധ കലാപം എന്നാണ് ഇന്ത്യയിൽ നടന്നറിഞ്ഞിരിക്കണം. 1984 ഒരുപാട് ട്രാജഡീസ് നടന്നൊരു വർഷമാണ് 1984. ഇന്ദിരാഗാന്ധിയെ കില്ല് ചെയ്തു. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്നു. ഇന്ദിരാഗാന്ധിയെ കില്ല് ചെയ്തത് സിഖുകാരായതുകൊണ്ട് സിഖുകാരെ കണ്ണി കണ്ട തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന പരിപാടി, അതാണ് ആൻറ്റി സിഖ് റൈറ്റ്. അതും 84 നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ന്യൂസാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളല്ലോ, എല്ലാം ഫുൾ പൊളിറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പേജ് മിക്കവാറും പൊളിറ്റിക്സാണ് വരുന്നത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രി സീക്സ് മോർ ഫണ്ട്സ് ഫോർ സ്കോളർഷിപ്പ് എന്നൊരു ന്യൂസ് കാണാം. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്നൊരു മിനിസ്ട്രി ഉണ്ട്. വീരേന്ദ്രകുമാർ അങ്ങനെയാണ് അതിൻ്റെ ഹെഡ് മിനിസ്റ്റർ. നോക്കിക്കൊള്ളണം, വീരേന്ദ്രകുമാർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അതാണോ ഇനി തവർചന്ദ് ഗെഹ്ലോട്ടൊന്നും അല്ല, അതൊക്കെ മാറി തോന്നുന്നു. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ. നിങ്ങൾക്കറിയായിരിക്കും, ഞാനൊന്ന് സത്യം പറഞ്ഞാൽ അത് മറന്നുപോയി. അതാണ് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, വീരേന്ദ്രകുമാർ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വീരേന്ദ്രകുമാർ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തെറ്റ് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്ന് അതെടുത്ത് നോക്കിയത്. അപ്പോൾ കറക്റ്റാണ്, വീരേന്ദ്രകുമാറാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഒരു സ്കോളർഷിപ്പ് സ്കീമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ഫണ്ടൊക്കെ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. അത് വലിയ ന്യൂസായിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ എനിക്കത് അത്രത്തോളം പ്രാധാന്യം നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇന്ത്യയുടെ ആർമി ചീഫിന്റെ ഫോട്ടോ ഇവിടെ കാണാം. ഇന്ത്യയുടെ ആർമി ചീഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പിന്നെ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഓൾറെഡി നമ്മൾ എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ISRO ചീഫ് ഒഫീഷ്യൽ സ്പീക്ക് ടു അസ്ട്രോനോട്ട് ശുഭാംശു ശുക്ലയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ശുഭാംശു ശുക്ല ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആൻഡ് ഹി വിൽ റിട്ടേൺ in a few days because his journey is only for 14 days. After completion of 14 days he has to come back to earth. അപ്പോൾ ആക്സിയം ഫോർമേഷൻ വഴിയാണ് അദ്ദേഹം പോയത്. ISROയുടെ ചെയർമാൻ വി നാരായണൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു എന്നൊരു ന്യൂസ് ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് വി നാരായണൻ ISROയുടെ ചെയർമാനായിട്ട് സംസാരിച്ചു. പിന്നെ ബ്ലൂ പ്രിന്റ് ഫോർ 50,000 ജോബ്സ് ഫോർ നോർത്ത് ഈസ്റ്റ് യൂത്ത് റെഡി. അത് നോർത്ത് ഈസ്റ്റുകാർക്ക് വേണ്ടി മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഷിപ്പിംഗ്, പോർട്സ്, ഈ മേഖലയിലൊക്കെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷിപ്പിംഗ്, പോർട്സ് ആൻഡ് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാളാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഷിപ്പിങ്ങിൻ്റെ മിനിസ്റ്റർ ആരാണ്? ഷിപ്പിംഗ്, പോർട്ട്, വാട്ടർവേസ് ഇതിൻ്റെയൊക്കെ മിനിസ്റ്ററാണ് സർബാനന്ദ സോണോവാൾ. പിന്നെ അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ, ബിസിനസ് പേജിലൊന്നും ഇന്നങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല. സെബി അറിയാലോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ. സ്റ്റോക്ക് മാർക്കറ്റ് പ്ലസ് കമ്മോഡിറ്റി മാർക്കറ്റ്, ഇത് രണ്ടിന്റെ റെഗുലേറ്ററാണ് സെബി. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ ആണ്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. പിന്നെ
പിന്നീട് AMC എന്ന് പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. AMC എന്താണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അത് സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടുകളില്ലേ, മ്യൂച്വൽ ഫണ്ടുകൾ മെയിൻലി മാനേജ് ചെയ്യുന്ന കമ്പനികളാണ് AMC എന്ന് പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ. AIF എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. AIF എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. പിന്നെ NFO, ന്യൂ ഫണ്ട് ഓഫർ. NFO എന്താണ്? ന്യൂ ഫണ്ട് ഓഫർ. IPO അറിയാലോ, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. FPO അറിയാലോ, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ, FPO ഫോളോ ഓൺ പബ്ലിക് ഓഫർ, NFO ന്യൂ ഫണ്ട് ഓഫർ. പിന്നെ ഓട്ടോമൊബൈൽ സെയിൽ കൂടിയതിനെ കുറിച്ചൊക്കെ അതൊന്നും വേണ്ട. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ ഫോട്ടോ കാണാം. ഇറാൻ പ്രസിഡന്റ് സ്റ്റിൽ ഓപ്പൺ ടു ടോക്സ് വിത്ത് US, അക്യൂസസ് ഇസ്രായേൽ ഓഫ് അസാസിനേഷൻ അറ്റംപ്റ്റ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാന്റെ സുപ്രീം ലീഡർ ഈസ് ദ റിലീജിയസ് ലീഡർ ഓഫ് ഇറാൻ. ആക്ച്വലി ഇറാൻ ഈസ് എ തിയോക്രസി. ദാറ്റ്സ് വൈ ദ സീനിയർ മോസ്റ്റ് റിലീജിയസ് ലീഡർ ഓഫ് ഇറാൻ വിൽ ബിക്കം ദ സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. അപ്പോൾ അതിപ്പോൾ അയത്തുള്ള അലി ഖമേനിയാണ്. അയത്തുള്ള അലി ഖമേനി. നൗ ദ പ്രസിഡന്റ് ഈസ് ആക്ച്വലി പ്രസിഡന്റ് ഈസ് ജസ്റ്റ് അണ്ടർ സുപ്രീം ലീഡർ, ദാറ്റ് ഈസ് മസൂദ് പെസഷ്കിയാൻ. മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ്. പിന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമാനുവൽ മാക്രോൺ. പിന്നെ അതിനടുത്ത പേജിൽ ഈ പേജിൽ ഫുള്ള് മെയിൻലി ക്രിക്കറ്റിനെ കുറിച്ചാണ്. പിന്നെ വിംബിൾഡനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. വിംബിൾഡൺ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. വിംബിൾഡൺ നടക്കുന്ന കാര്യം ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബിൽ വെച്ചാണ് വിംബിൾഡൺ നടക്കുന്നത്. പിന്നെ ടൂർ ഡി ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുക. കണ്ട ഈ ഫോട്ടോ അതിനെക്കുറിച്ചാണ്. ടൂർ ഡി ഫ്രാൻസ്. വാട്ട് ഈസ് ടൂർ ഡി ഫ്രാൻസ്? ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ് ടൂർ ഡി ഫ്രാൻസ്. വേൾഡിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. പിന്നെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയിട്ട് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയിട്ട് സഞ്ജോഗ് ഗുപ്ത അപ്പോയിന്റഡ് ആയി. സഞ്ജോഗ് ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO. പിന്നെ കോൺകാഫ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് മെക്സിക്കോ വിൻ ചെയ്തു. കോൺകാഫ് ഗോൾഡ് കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ആര് വിൻ ചെയ്തു? മെക്സിക്കോ വിൻ ചെയ്തു. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഡ്യൂറൻ കപ്പ്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറൻ കപ്പ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ബാക്കി ആവശ്യമുള്ള പേജുകളെല്ലാം കഴിഞ്ഞു. താങ്ക് യു.